നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ന്യൂ സ്റ്റോക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പ്രോഡക്റ്റ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ സ്റ്റോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് സ്റ്റോക്ക് ലിസ്റ്റ് എന്നുള്ള പേജ് ഓപ്പൺ ആയി വരും. ഞാൻ ഈ പേജിനെ മാക്സിമൈസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണിക്കും. അതിൻ്റെ ബാർ കോഡ്, റീറ്റെയിൽ പ്രൈസ്, MRP, പർച്ചേസ് പ്രൈസ്, ക്വാണ്ടിറ്റി, യൂണിറ്റ്, ഓർഡർ ഡേറ്റ്, ഇതൊക്കെ ഇവിടെ കാണിക്കും. ഇനി നമുക്കൊരു സ്പെസിഫിക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കാണാനാണെങ്കിൽ ഇവിടെ ആക്ഷൻസിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് നെയിം, കാറ്റഗറി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഇനി നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ പ്രൈസ്, MRP, പർച്ചേസ് പ്രൈസ്, ക്വാണ്ടിറ്റി, ഇതൊക്കെ റാക്കൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ലൈക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ നമുക്ക് കാണും ഈ ക്വാണ്ടിറ്റീൻ്റെ അണ്ടറിൽ കളർ ഡിഫറൻസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റോക്കിൻ്റെ ലിമിറ്റിൻ്റെ അണ്ടറിലാണ് ഈ ക്വാണ്ടിറ്റീസ് ഉള്ളത്. സോ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ടൈമായി എന്നർത്ഥം. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ്, ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. നമുക്ക് ലെവൽ സെറ്റ് ചെയ്ത് വെക്കാം. എത്ര ലെവലിൻ്റെ അണ്ടറിൽ പോയാലാണ് കളർ ചേഞ്ച് വരിക എന്നൊക്കെ. ലൈക്ക് യെല്ലോ കുറച്ച് മോഡറേറ്റ് ആണ്, ഓറഞ്ച് കുറച്ചും കൂടി ആണ്, പിന്നെ റെഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ടൈം ടു റീസ്റ്റോക്ക് ഓർ നോ സ്റ്റോക്ക് എന്ന അർത്ഥം. അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കിവിടെ ഈ സ്റ്റോക്ക് നെയിം ഇവിടെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്താൽ പിന്നെ ബാർകോഡ് വെച്ചും ഫിൽട്ടർ ഔട്ട് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഇവിടെ നമുക്ക് നമ്മളെ ആഡ് സ്റ്റോക്കിൻ്റെ പേജ് ഓപ്പൺ ആവും. ഇവിടെ ബൈ ഡിഫോൾട്ട് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് സ്റ്റോർ കാണിക്കും. ആൻഡ് നമ്മൾക്ക് ഏത് സപ്ലയറാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഞാനിവിടെ സപ്ലയറിന് ചൂസ് ചെയ്യാണ്. നമുക്ക് ബാർകോഡ് ടൈപ്പ് ചെയ്ത് പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യുക. അതർവൈസ് ഇവിടെ ജസ്റ്റ് പ്രോഡക്റ്റിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താലും സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനിയിപ്പം നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്യുക. ആൻഡ് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സ്റ്റോക്ക് ആയിട്ട് മാവും. ഇനിയിപ്പോൾ നമുക്ക് ഓൺ ദ ഗോ ഒരു ന്യൂ പ്രോഡക്റ്റിന് ക്രിയേറ്റ് ചെയ്യുകയാണ്, പ്ലസ് നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ന്യൂ പ്രോഡക്റ്റിന് ഓൺ ദ ഗോ ക്രിയേറ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രോഡക്റ്റ് നെയിം, ബാർകോഡ് ആൻഡ് ലാംഗ്വേജ് ഡീറ്റെയിൽസ്, പിന്നെ യൂണിറ്റ്, കാറ്റഗറി ഏതാണ്, പിന്നെ MRP, പർച്ചേസ്, സെല്ലിംഗ് പ്രൈസ്, ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ ഗോ നമുക്കൊരു ന്യൂ പ്രോഡക്റ്റിനും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആഡ് പ്രോഡക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കിവിടെ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. സപ്ലയർ ടോട്ടൽ ഡ്യൂ എമൗണ്ട് ഓൾറെഡി എത്ര ഉള്ളത് എന്ന് കാണിക്കും. ടോട്ടൽ പർച്ചേസ് എമൗണ്ട്, പിന്നെ ടോട്ടൽ ഐറ്റംസ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 1 ഐറ്റം മാത്രം ആഡ് ചെയ്ത്, അതുകൊണ്ട് ടോട്ടൽ ഐറ്റംസ് 1 ആയി കാണിക്കണം. പിന്നെ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് ചൂസ് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻറ്റ് വേണം, UPI, കാർഡ്, ക്യാഷ്, അതനുസരിച്ച് ഇവിടെ ആഡ് ചെയ്യുക. ലൈക്ക് കാർഡ് എമൗണ്ട് ആഡ് ചെയ്യുക. ഓർ UPI ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ UPI എമൗണ്ട് സെലക്ട് ചെയ്യുക. 2 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ലൈക്ക് ഹാഫ് കാർഡിൽ നിന്നും UPI നിന്നും നമുക്ക് അങ്ങനെയും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എമൗണ്ട് സെക്ഷനിൽ 500 എന്ന് കൊടുക്കുകയാണ്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ് സമ്മറി നമുക്കിവിടെ കാണിക്കും. നമ്മളെ പ്രോഡക്റ്റ്, ടോട്ടൽ എമൗണ്ട്, പിന്നെ ഓൾഡ് ബാലൻസ് ഇവിടെ കാണിക്കും. ഇനിയിപ്പം നമ്മൾ ക്യാഷ് ഇത്രയാണ്, ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, ഇനി കറൻറ്റ് സപ്ലയർ ബാലൻസ് ഇത്രയാണ് എന്ന് നമുക്ക് കാണിക്കും. കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കാം. 1 സ്റ്റോക്ക് സക്സസ്ഫുള്ളി ആഡഡ് എന്ന് കാണിക്കും. ഇവിടെ നമുക്ക് ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഓർഡർ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ന്യൂ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുക.